So guys, നമ്മുടെ RRB NTPC 2024 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ടാണ് എന്താണ് RRB അണ്ടർ ഗ്രാജുവേറ്റ് വിളിക്കാത്തത്, എന്താണ് വാക്കൻസി കുറഞ്ഞു പോകുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിൽ ചെന്നൈയിലൊക്കെ നോക്കുകയാണെങ്കിൽ SM നെറ്റ് വാക്കൻസി ഞാൻ ഓൾറെഡി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ ഓൾറെഡി RRB ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും SM-ൻ്റെ വാക്കൻസി. കാരണം ഇപ്പോഴാണ് കഴിഞ്ഞ മാസം റിക്രൂട്ട്മെന്റ് പഴയ NTPC കംപ്ലീറ്റ് ചെയ്തു പോലും. സോ ആസ് ഓഫ് നൗ വാക്കൻസി RRB ചെന്നൈയിൽ ഇല്ല, കുറവ് തന്നെയാണ്. അത് മെൻഷൻ ചെയ്ത കാര്യമാണ്. അതുപോലെ ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിലും മെജോറിറ്റി ഇനി നിങ്ങൾ കിട്ടിക്കഴിയണമെങ്കിലും SM പോസ്റ്റ് പാലക്കാട് ഡിവിഷനിലായിരിക്കും, കാരണം അവിടെയാണ് വാക്കൻസി ഉള്ളത്. ഓക്കെ, ബട്ട് ഈ ഒരു വാക്കൻസി ചിലപ്പോൾ എക്സാം ഡിലേ ആയാൽ ഇനിയും കൂടുതലുള്ള ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങളോട്ട് വറി ചെയ്യണ്ട. പിന്നെ അതുപോലെ ഇത് എങ്ങനെ നമുക്ക് RRB അപ്ലൈ ചെയ്യാം? ഇത് CEN 05 ആണ് അല്ലേ? അത് 06 വരും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ. അതും അടുത്ത ആഴ്ച തന്നെ നോട്ടിഫിക്കേഷൻ വരും. പ്രോസസ്സിംഗ് അതേപോലെ ഇരിക്കും, സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ നിങ്ങൾ ഡിവിഷനൊക്കെ സോൺ ഏത് ചൂസ് ചെയ്യും, ഏത് RRB ചൂസ് ചെയ്യും, അത് നിങ്ങൾ ട്രിവാൻഡ്രം ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ചെന്നൈ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ചൂസ് ചെയ്യണോ എന്നൊക്കെ കുറച്ച് ഡൗട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്രാജുവേറ്റ് പോസ്റ്റിന് ഇപ്പോൾ ചെന്നൈ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യാം അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, രണ്ട് ആപ്ലിക്കേഷനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സോൺസ് ചൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പോൾ നമുക്കിതിൽ കാര്യങ്ങളിൽ കിടക്കാം. എങ്ങനെയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം 2-3 പേര് എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. RRB അപ്ലൈ ഏതെങ്കിലും ഒരു RRBന്റെ വെബ്സൈറ്റിൽ കയറുക. ഓക്കെ, ഏതെങ്കിലും ഒരു RRBന്റെ വെബ്സൈറ്റിൽ കയറുക. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ NTPC 2024 എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് അപ്ലൈ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ലിങ്കിലേക്ക് വന്നോളൂ. ചെന്നൈയുടെ ട്രിവാൻഡ്രം ഏതെങ്കിലും RRBന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് NTPCക്ക് അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ വരും. വന്ന ശേഷം നിങ്ങൾ ഇവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ നേരെ അടുത്ത പേജിലേക്ക് എത്തും. ഓക്കെ, നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യണം. അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളാണോ അല്ലയോ എന്നുള്ള ചോദ്യം വരും. ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്ത ആളാണോ അല്ലയോ? കാരണം നിങ്ങൾ ചിലപ്പോൾ RRB JEക്ക് അപ്ലൈ ചെയ്ത ആളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ALPക്ക് അപ്ലൈ ചെയ്തായിരിക്കും. ഇതെല്ലാം സിംഗിൾ വിൻഡോ ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും അറ്റം നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ലോഗിൻ ചെയ്താൽ മതി. കണ്ടോ, ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്താൽ മതി. അല്ല ആദ്യമായിട്ടാണ് ഈ RRBക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. അവിടെ താഴെ കാണും ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചൂസ് ചെയ്യണം? നാഷണാലിറ്റി. ഇവിടെ എന്ത് ചൂസ് ചെയ്യുക? ഇന്ത്യൻ അല്ലേ? നാഷണാലിറ്റി നമ്മുടെ ഇന്ത്യൻ ആണ്. നാഷണാലിറ്റി ഇന്ത്യൻ ആണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, ഫുൾ നെയിം ഇവിടെ കൊടുക്കേണ്ടി വരും. ഫുൾ നെയിം കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ റീടൈപ്പ് ഫുൾ നെയിം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10th ക്ലാസ്സിന്റെ ലെവലിൽ കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ 10th ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര് അതേ പേര് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം വരും. കാരണം ചിലപ്പോൾ നമുക്ക് ഇപ്പം എൻ്റെ പേര് ഗോപൂസി എന്നാണ് 10th സർട്ടിഫിക്കറ്റ് എങ്കിൽ ചിലപ്പോൾ പുതിയതായിട്ട് ആധാറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ പേര് ഗോപു ചന്ദ്രൻ എന്നായിരിക്കും. അപ്പൊ രണ്ടുപേരും വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസം നിങ്ങൾ SSLCയിൽ കൊടുത്ത ശേഷം ഭാവിയിൽ പിന്നെ എപ്പോഴെങ്കിലും പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആധാറിലെല്ലാം പേര് വ്യത്യാസമാണെങ്കിൽ എന്താണോ മാറ്റിയ ശേഷമുള്ള പേര് ആ പേര് കൊടുക്കുക. ഓക്കെ, പുതിയ പേര് കൊടുക്കുക. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ട് പുതിയ പേര് കൊടുക്കേണ്ടി വരും. ആധാറിലും SSLCയിലൊക്കെ പേര് മാറ്റുണ്ടെങ്കിൽ വേറെ എല്ലാ സർട്ടിഫിക്കറ്റിലും പേര് മാറ്റമാണ്. ഓൺലി മെട്രിക്കുലേഷൻ SSLCയിൽ മാത്രമേ പഴയ പേരുള്ളൂ എങ്കിൽ നിങ്ങൾ പുതിയ പേര് തന്നെ കൊടുക്കുക. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പിന്നെ DVന്റെ ടൈമിൽ പ്രൂഫൊക്കെ കൊണ്ടുപോകണം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ അടുത്ത് നിന്ന് അഫിഡവിറ്റ് ഒക്കെ വാങ്ങിയിട്ട് പോകണം, വക്കീലിൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെയൊക്കെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, അത് ഞാൻ എൻ്റെ പഴയ DVന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അതുപോലെ അച്ഛൻ്റെ പേര്. ഓക്കെ, ഇതൊക്കെ SSLC സർട്ടിഫിക്കറ്റ് എന്താണോ അതേ തന്നെ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുക. അതേപോലെ ഓക്കെ, ജെൻഡർ മെയിലാണോ ഫീമെയിലോ എന്ന് ടൈപ്പ് ചെയ്യാം. പിന്നെ ഫാദേഴ്സ് നെയിം ശ്രദ്ധിക്കുക. മെട്രിക്കുലേഷനിൽ എന്താണോ അത് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രത്യേകം നോക്കി ഒരു ഡയലോഗ് ബോക്സ് കാണാം.
കാൻഡിഡേറ്റ്സ് ഹു ഓൾറെഡി ക്രിയേറ്റ് an അക്കൗണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം, ALPക്കോ അല്ലെങ്കിൽ ടെക്നീഷ്യനോ അല്ലെങ്കിൽ RPFനോ അല്ലെങ്കിൽ JEക്കോ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ചെയ്താൽ മതി, ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഓക്കെ എന്ന് കൊടുത്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞ പോലെ ഫില്ല് ചെയ്യാം. അപ്പൊ അച്ഛന്റെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പേര്, ഇതെല്ലാം SSLC എന്താണോ അതേപോലെ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ അച്ഛന്റെ പേരും ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പൊ അത് കുഴപ്പമില്ല, അത് SSLC എന്താണോ അത് തന്നെ കൊടുക്കുക. പിന്നെ ഒരു അഫിഡവിറ്റ് കൊണ്ടുപോയാൽ മതി ലീവിന്റെ ടൈമിൽ. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുക, അച്ഛന്റെ പേര് കൊടുക്കുക, ജെൻഡർ സെലക്ട് ചെയ്യുക, അമ്മയുടെ പേര് കൊടുക്കുക. അമ്മയുടെ പേരിൽ പിന്നെ ചെറിയ മാറ്റം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അച്ഛന്റെ പേര് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ആണ് മസ്റ്റ്. പിന്നെ ഇത് മസ്റ്റ് ആട്ടോ, നമ്മൾ ആധാർ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ നടക്കം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ആധാർ നമ്പർ നമ്മൾ കൊടുക്കണം, അതെന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഓക്കെ, അത് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ്, ഇത് ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും അതുപോലെ നമ്മൾ കൊടുത്ത സോണും ഇതൊന്നും മാറ്റാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് പിന്നീടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സും അതേപോലെ മൊബൈൽ നമ്പറും അത് നമ്മൾ OTP ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആയിരിക്കും ഭാവിയിൽ എല്ലാ റെയിൽവേന്റെ റിക്രൂട്ട്മെന്റിലും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മെയിൽ അഡ്രസ്സൊന്നും ഇമെയിലും പാസ്വേഡൊന്നും മറക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇമെയിലൊക്കെ ആയിരിക്കും നമ്മുടെ ഡോക്യുമെന്റ്സും PDF ഒക്കെ അവർ അയക്കുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ മൊബൈൽ നമ്പർ വാട്സപ്പിൽ ആ ഒരു വാട്സപ്പുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വാട്സപ്പായിട്ട് അവർ ഭാവിയിൽ നമ്മൾ ആഡ് ചെയ്യും ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ടൈമിൽ. അപ്പോൾ വാട്സപ്പ് നമ്പറുള്ള മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ IDയും പാസ്വേഡ് എല്ലാം ഓർമ്മ നിൽക്കുന്ന ഇമെയിൽ ID ഒക്കെ കൊടുക്കുക. അങ്ങനെ അക്കൗണ്ടൊക്കെ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇമെയിലായിട്ട് പോലെ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ നമ്മൾ എന്താവും, അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും. യൂസർ നെയിം എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പറോ ഇല്ലെങ്കിൽ ഇമെയിൽ ID തന്നെ ആയിരിക്കും നമ്മുടെ യൂസർ നെയിം. പാസ്വേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പാസ്വേഡ് ആണ് നമ്മുടെ പാസ്വേഡ്. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാം. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ കൊടുക്കുക, പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീട് നമ്മുടെ ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനറൽ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ വായിക്കുക. അപ്പോൾ ലിങ്ക് യുവർ അക്കൗണ്ട് വിത്ത് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ കൊടുക്കാം. ഡിജി ലോക്കർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ്. 13 ലാംഗ്വേജിൽ എന്ത് കിട്ടും, നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ മലയാളം കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ കാണാം, മലയാളത്തിലും കാണാം. നമ്മളെപ്പോഴും ഇംഗ്ലീഷിൽ എക്സാം ഒക്കെ എഴുതാൻ ശ്രദ്ധിക്കുക. മലയാളം ആണ് നിങ്ങൾ മീഡിയമെങ്കിൽ മലയാളത്തിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ എന്തായാലും ഇംഗ്ലീഷും കാണാം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏതാണോ ഓപ്ഷൻ കൊടുക്കുന്നത് ആ ലാംഗ്വേജിലും ക്വസ്റ്റ്യൻസ് കാണാം. നോർമലി നമ്മൾ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും അതുപോലെ ഇംഗ്ലീഷിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ നമ്മൾ മലയാളം കൊടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് മലയാളത്തിലായിരിക്കും കാണുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്, മുകളിൽ പോയി എക്സാം നമ്മൾ എഴുതാൻ പോകുമ്പോൾ അത് മനസ്സിലാവും. അവിടെ ക്വസ്റ്റ്യൻ സീൻ ഇൻ ഇംഗ്ലീഷിലും മുകളിൽ ഒരു ഓപ്ഷൻ കാണും, അങ്ങനെ നോക്കി ഇംഗ്ലീഷിലും കാണാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് മാക്സിമം കൊടുക്കുക എക്സാം. പിന്നെ ഇതിൽ എക്സാമിനേഷൻ ഫീ എന്നൊക്കെ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ശരി. അങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് കിട്ടും. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഏത് CN 05 വേറെയും കുറെ കാണും കേട്ടോ. ഇവിടെ കണ്ടു 04 24 എല്ലാം കാണും, 05 കാണും, 03 കാണും, എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ആവശ്യം NTPC ആയതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് പറയുന്നുണ്ട്, ഓപ്പണിംഗ് ഡേറ്റ് പറയുന്നുണ്ട്, ക്ലോസിംഗ് ഡേറ്റ് പറയുന്നുണ്ട്. ഓക്കെ, 13/10 അവസാനിക്കും. അപ്പോൾ അവസാനത്തേക്ക് എത്തിക്കാതെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ നിങ്ങൾ RRB സോൺ ചൂസ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ട്രിവാൻഡ്രമാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്നൈ ചൂസ് ചെയ്യും. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് സോൺ ചൂസ് ചെയ്യണം. ഞാനത് ആദ്യം തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്രാവശ്യം നിങ്ങൾക്ക് ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവാനാണ് ആഗ്രഹമെങ്കിൽ ദയവ് ചെയ്ത് RRB ചെന്നൈ കൊടുക്കാതിരിക്കുക. കാരണം ചെന്നൈയിലാകെ 8 വേക്കൻസി ഉള്ളൂ. പിന്നീട് കൂടാട്ടോ, ഈ കൂടാന്ന് പറഞ്ഞാൽ 100-150 വേക്കൻസി ഒന്നും ആവില്ല. മാക്സിമം പോയി 20, 30, 40, 50 വരുള്ളൂ.
അത്രയും പോലും ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല ചെന്നൈയിൽ. എന്തായാലും നിങ്ങൾ എസ് എം ആണ് താല്പര്യമെങ്കിൽ ബെറ്റർ ഡോണ്ട് പ്രിഫർ ചെന്നൈ, ചെന്നൈ അല്ലാതെ നിങ്ങൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ബാംഗ്ലൂരോ വേറെ ഏതെങ്കിലും സോണൊക്കെ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഗുഡ്സ് ഗാർഡ് ആവണമെന്ന് ആഗ്രഹമെങ്കിലും ചെന്നൈ ചൂസ് ചെയ്യാതിരിക്കുക. 9-10 വേക്കൻസി ഉള്ളൂ. അപ്പൊ ഈ പവർ പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മെയിൻ ആയിട്ടുള്ള പോസ്റ്റ്, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഗുഡ്സ് ഗാർഡ് ആണെങ്കിലും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്ന സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിലും നമുക്ക് എന്തില്ല, വാക്കൻസി ചെന്നൈയിൽ കുറവായത് കൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യുക. അല്ല നിങ്ങൾ കൊമേഴ്ഷ്യൽ ഇപ്പം പുതിയ പോസ്റ്റ് ഉണ്ട് CCTS, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, അതൊക്കെയാണെങ്കിൽ നിങ്ങൾ ചെന്നൈ നേരിട്ട് പ്രിഫർ ചെയ്യുക. പക്ഷെ എപ്പോഴും ചെന്നൈ എന്ന് പറയുന്നത് ബാംഗ്ലൂരിന്റെയും അതേപോലെ ട്രിവാൻഡ്രത്തിന്റെയും ഇടയിലായിരിക്കും സാധാരണ കട്ട് ഓഫ് കണ്ടുവരുന്നത്. ഓക്കെ, കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി ഇടയിലായിരിക്കും വരുന്നത്. അപ്പോൾ CCTS ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വേക്കൻസി ഉണ്ട് താനും. അതേപോലെ ജൂനിയർ അക്കൗണ്ട് കം അസിസ്റ്റന്റ് ആണെങ്കിലും ചെന്നൈയിൽ എന്തുണ്ട്, വേക്കൻസി ഉണ്ട്. ഈ CCTS-ഉം മൊത്തം മൊത്തം CCTS-ഉം അതേപോലെ പിന്നെ എന്താ പറഞ്ഞ് CCTS-ഉം ജൂനിയർ അക്കൗണ്ട് കം അസിസ്റ്റന്റും JAA ഇത് രണ്ടും കൂടി തന്നെ ചെന്നൈയിൽ 300-അടുത്ത് വേക്കൻസി ഉണ്ട്. ബാക്കി എല്ലാം ചേർത്തിട്ട് 5 പോസ്റ്റിൽ മൊത്തം 400 വേക്കൻസി ആണെങ്കിൽ അതിൽ 300 പോസ്റ്റ് എടുത്ത് മേലെ വരുന്നത് ഈ 2 പോസ്റ്റ് CCTS-ഉം. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെന്നൈ കൊടുക്കുക. അല്ലാതെ ഗുഡ്സ് ഗാർഡ് ആവണമെന്നോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ആവണമെന്നോ വിചാരിച്ച് കൊടുക്കുകയാണെങ്കിൽ മേ ബി കോമ്പറ്റീഷൻ കൂടും, നിങ്ങൾ അത്രയ്ക്ക് കുറച്ച് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും, അത്രമാത്രം. ഓക്കെ അല്ല, ഏതെങ്കിലും ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ചിലർ ചെന്നൈയിൽ അടുത്ത് വീട്, കോയമ്പത്തൂരിൻ്റെ അടുത്ത് വീടായിരിക്കാം, അല്ലെങ്കിൽ സേലത്ത് സെറ്റിൽ ആവണമെന്ന് വിചാരിക്കുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെന്നൈ കൊടുക്കുക, ചെന്നൈ കൊടുക്കുക. ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ എപ്പോഴും പോലെ തന്നെ വേക്കൻസി കുറവല്ല. അവിടെ എത്ര വേക്കൻസി വേണോ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു 65 വേക്കൻസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നോർമലി അപ്പോൾ ഈ ട്രിവാൻഡ്രം ബാംഗ്ലൂരും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതൽ വരുന്നത് എവിടെയാണ്, ബാംഗ്ലൂരിലായിരിക്കും. കാരണം മാക്സിമം നോർത്ത് ഇന്ത്യൻസ് എല്ലാം മത്സരിക്കുന്നത് ബാംഗ്ലൂരും ചെന്നൈയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം SM-ന്റെ കൂടി വേക്കൻസി കുറവായതുകൊണ്ട് ചിലപ്പോൾ കോമ്പറ്റീഷൻ പിന്നെയും ബാംഗ്ലൂരിൽ കൂടാനേ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഞാൻ നോർമലി കാണുന്ന കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ സാധാരണ മലയാളീസ് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം തന്നെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രിവാൻഡ്രം ചൂസ് ചെയ്യാം. ഓക്കെ, SM ഒക്കെ ആവണം, ഗുഡ്സ് ഗാർഡ് ആവണമെന്ന് പറഞ്ഞാൽ ചെന്നൈ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ, ബിക്കോസ് ഓഫ് ദാറ്റ് വേക്കൻസി. അത് കമ്മി ആയതുകൊണ്ട് നിങ്ങളത് ഓപ്ഷൻ ചൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള സോണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ചെന്നൈയിൽ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ ടൈപ്പിംഗ് പോസ്റ്റ് JAA ലെവൽ 5 എന്ന് പറയുന്ന 2 പോസ്റ്റ് ഉണ്ട്. ഗുഡ്സ് ഗാർഡും അതല്ലാതെ ജൂനിയർ അക്കൗണ്ട് കം അസിസ്റ്റന്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും. ഈ 2 പോസ്റ്റ് നിങ്ങൾക്ക് ഓഫീസ് ഡ്യൂട്ടി ആയിരിക്കും വരുന്നത്, നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വാക്കൻസി നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് കം അസിസ്റ്റന്റ് ചെന്നൈയിലുണ്ട്, മറ്റേത് ട്രിവാൻഡ്രത്ത് അത്യാവശ്യം വേക്കൻസി ഇല്ല. JAA എന്ന് പറയുന്ന പോസ്റ്റ് വേക്കൻസി തീരെ ഇല്ല, ട്രിവാൻഡ്രത്ത് 0 ആണ്. അപ്പം അതൊക്കെ നോക്കിയും കണ്ടും നിങ്ങൾ സോണ് ചൂസ് ചെയ്യുക. ഓക്കെ, അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ഷെ പഠിച്ചെടുക്കാൻ പറ്റും, വേക്കൻസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ബാംഗ്ലൂർ അപ്ലൈ ചെയ്യുക. പക്ഷെ അവിടെ കോമ്പറ്റീഷൻ പറഞ്ഞ പോലെ കൂടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടിക്ക് ചെയ്യുക. നിങ്ങൾ മുമ്പൊന്നും എക്സാം എഴുതിയിട്ടില്ല, DBAR ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലെത്തുക. അപ്പോൾ അവിടെ നമ്മളോട് ചോദിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ആദ്യം ഫില്ല് ചെയ്യേണ്ടി വരിക. ഓക്കെ, അത് നാഷണാലിറ്റി ഇന്ത്യ ചൂസ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് SSLC-ൽ എന്താണോ അത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മളിതൊക്കെ ഓൾറെഡി ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതുകൊണ്ട് ഇതൊന്നും സെപ്പറേറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ട് കണ്ടത് ഡാറ്റ ഈസ് ഫെച്ച്ഡ് ഫ്രം യുവർ പ്രീവിയസ് സേവ്ഡ് ഡാറ്റ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണേ. നമ്മുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് എന്താണോ, പോസ്റ്റൽ അഡ്രസ്സ്. നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ പോസ്റ്റ് ആയിട്ടായിരിക്കും DVക്ക് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ അഡ്രസ്സ് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം ആധാറിലുള്ള അഡ്രസ്സും ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന്, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ആധാറിലുള്ളത് പെർമനന്റ് അഡ്രസ്സ് ആയിട്ട് കൊടുക്കുക. പോസ്റ്റൽ അഡ്രസ്സ് ഏതാണോ അതിനനുസരിച്ച് ഇവിടെ കൊടുക്കുക. അങ്ങനെ അഡ്രസ്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നേരെ മുകളിൽ കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട് അല്ലേ. അത് SC ST SC-കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ SC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരുവേ, അത് ശ്രദ്ധിക്കുക. പിന്നെ എക്സ് സർവീസ് മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, നോ എന്ന് കൊടുക്കുക. ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കുക. അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടി വരും. പിന്നെ ഡു യു നീഡ് എ സ്ക്രൈബ്, അത് നമുക്ക് എന്തെങ്കിലും ഈ എന്താ പറയുക
ചിലപ്പോൾ സഹായത്തിന് ആരെങ്കിലും വേണ്ടി വരും, ഡിസബിലിറ്റി ഉള്ളവർക്ക് ചിലപ്പോൾ കൂടെ ആരെങ്കിലും വേണ്ടി വരുമല്ലോ. നിങ്ങൾ ഡിസബിലിറ്റി എസ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെയും അതിനനുസരിച്ച് എന്ത് ചെയ്യുക, എസ് കൊടുക്കേണ്ടി വരും, ചൂസ് ചെയ്യേണ്ടി വരും. പിന്നെ EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് 50,000 രൂപയിൽ കുറവാണ് സാലറി എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫീൻ്റെ കൺസെഷൻ കിട്ടും. അങ്ങനെയുള്ളവരാണെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അപ്പോൾ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരില്ല. പിന്നെ പക്ഷേ ബെറ്റർ അത് നിങ്ങൾ പക്ഷേ അതിൻ്റെ പ്രൂഫൊക്കെ കൊടുക്കണം അവിടെ EBC ആണെങ്കിൽ. പിന്നെ റെയിൽവേയുടെ എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എംപ്ലോയി ആണെങ്കിൽ എസ് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. എംപ്ലോയി അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 500 രൂപയാണ് ഫീസ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ 100 രൂപയെ നമുക്ക് ശരിക്കും ഫീസുള്ളൂ, ബാക്കി 400 രൂപ റീഫണ്ട് വരും. എക്സാമും DV ഒക്കെ എക്സാം CBT1 CBT2 ഒക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് വരും. അപ്പോൾ റീഫണ്ട് CBT1 വരും കഴിയുമ്പോൾ ഏത് അക്കൗണ്ടിലേക്ക് വരണം, ആ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ പേര് കൊടുക്കുക, ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് CBT1 കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് വരും, റീഫണ്ട് വരും. അങ്ങനെ അതും കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിപ്പോൾ ഈ റെയിൽവേ എംപ്ലോയി നമ്മൾ ഓൾറെഡി റെയിൽവേ എംപ്ലോയി എസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അവരെന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് കണ്ടോ, നമ്മൾ അവിടുന്ന് ഒരു NOC വാങ്ങിക്കേണ്ടി വരും. പിന്നെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് സോണാണ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് പിന്നെ തൽക്കാലം ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. സാധാരണ ഈ ലെവൽ 3 ലെവൽ 4 ഒക്കെ ഉള്ളവരായിരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ലെവൽ 6 കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് പഠിക്കുന്നവരുണ്ട്, എനിക്കറിയാം. ശരി, അങ്ങനെ ആ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, മൂന്നാമത്തെ സ്റ്റെപ്പാണ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്തുണ്ട്, SSLC സർട്ടിഫിക്കറ്റ്. ഓക്കെ, കേരള ആണെങ്കിൽ കേരള കൊടുക്കുക, ഡിസ്ട്രിക്ട് ഇപ്പോൾ പാലക്കാട്, എൻ്റെ പാലക്കാട് കൊടുക്കുക, ബോർഡ് സ്റ്റേറ്റ് ബോർഡാണോ CBSE ബോർഡാണോ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് എന്ന് കൊടുക്കുക, CBSE ആണെങ്കിൽ CBSE എന്ന് കൊടുക്കുക, HSC അല്ലേ. പിന്നെ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് നമ്മുടെ SSLCൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ TCയിലോ നോക്കി കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ റോൾ നമ്പർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. SSLC സർട്ടിഫിക്കറ്റ് PDF ആക്കിയിട്ട് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ എന്തായാലും ഉണ്ടാവില്ല, ഡിഗ്രി ആയതുകൊണ്ട് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, അതിൽ ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ അടുത്തതും ഇതേപോലെ +1 +2 അപ്ലോഡ് ചെയ്യുക, അതേപോലെ ഡിഗ്രീൻ്റെയും അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, SSLC അതുപോലെ 10+2 ബാച്ചിലർ ഇതെല്ലാം ഇതുപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് PDF ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഫോട്ടോയും അതേപോലെ സിഗ്നേച്ചറും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കേട്ടോ. ഫോട്ടോയും അതേപോലെ സൈനും അവർ പറയുന്ന കറക്റ്റ് കണ്ടീഷനിൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതൊന്നും പിന്നീട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഷുഡ് ബി റീസെന്റ് കളർ സൈസ് ഫോട്ടോ. നമ്മളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ സ്റ്റുഡിയോയിൽ പോയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് മാക്സിമം വൈറ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലൈറ്റ് കളർ ആയാലും കുഴപ്പമൊന്നുമില്ല, വൈറ്റ് ആണെങ്കിൽ ബെസ്റ്റ്. അപ്പോൾ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ സ്റ്റുഡിയോയിൽ തന്നെ അവരോട് പറഞ്ഞാൽ മതി ഇതിന് വേണ്ടിയിട്ടാണ്, എങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സൈസിൽ അവർ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി എടുത്തു തരും. പിന്നെ സൈസ് 30 GB-ൻ്റെയും 70 GB-ൻ്റെ ഇടയിലായിരിക്കും. പിന്നെ ഓൾറെഡി കയ്യിൽ ഫോട്ടോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കയറ്റിയാലും കുഴപ്പം, എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ സൈസ് കുറച്ച് കയറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുപോലെ ഇതിൽ ശ്രദ്ധിക്കുക, മൊബൈലിലൊന്നും യൂസ് ചെയ്ത ഫോട്ടോ എടുക്കാതിരിക്കുക. ഓക്കെ, സെൽഫി ഫോട്ടോസ് ഒന്നും കൊടുക്കാതിരിക്കുക, ക്യാപ്പ് വെക്കാതിരിക്കുക, ഡാർക്ക് ഗ്ലാസസ് സ്പെക്സ് ഒന്നും ഇല്ലാത്ത ഫോട്ടോ വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, മാക്സിമം സ്പെക്സ് ഒക്കെ ഒഴിവാക്കുക ഫോട്ടോ. നിങ്ങൾ സ്പെക്സ് വെക്കുന്ന ആളാണെങ്കിൽ പോലും സ്പെക്സ് ഒഴിവാക്കിയിട്ടുള്ള ഫോട്ടോ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെ നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് മുടിയൊന്നും നെറ്റിയിൽ വീഴാതിരിക്കുക, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ പറയുന്നുണ്ട് ഫോർഹെഡ് ഐസിലും ചിന്നൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളെ മുഖം മൊത്തം കറക്റ്റായിട്ട് വിസിബിൾ ആവണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ കണ്ടു ഷുഡ് നോട്ട് ഹാവ് എനി ഗ്ലെയർ റിഫ്ലക്ഷൻ. ഗ്ലാസ് വെച്ച് നിങ്ങൾ ഫോട്ടോ എടുത്തോ, പക്ഷേ ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ ഒന്നും വരാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, കണ്ണും ക്ലിയർ ആയി കാണണം, കണ്ണ് ക്ലിയർ ആയി വരുന്ന രീതിയിൽ കാണണം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ ഫേസ് ക്ലിയർ ആയിരിക്കണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ സിഗ്നേച്ചറും, ഈ ഫോട്ടോ ഒന്നും ക്ലിയർ ആയില്ലെങ്കിൽ പിന്നീട് അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർ റിജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. സിഗ്നേച്ചറും അതേപോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ സൈസ് 30 GB-ൻ്റെ 70 GB-ൻ്റെ ഇടയിലായിരിക്കണം, JPG ഫോർമാറ്റ് ആയിരിക്കണം, അവർ ഡയമെൻഷനൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ JPG-ൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിഫറൻസ് നമുക്ക് കാണാം, കാറ്റഗറി 2, 3, 5, 1.
അതിൽ ഒന്നാമത്തെ സീനിയർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് എൻ്റെ പ്രിഫറൻസ് ഫസ്റ്റ് ഞാൻ സപ്പോസ് CCTS ആയിരിക്കും കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, വേക്കൻസി വെച്ചിട്ട്. ഓക്കെ, അത് അപ്പോൾ നമ്മൾ പ്ലസ് അമർത്താം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യം സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ രണ്ടാമത്തെ പ്ലസ് അമർത്താം. മൂന്നാമത് എനിക്ക് ആവശ്യം ഗുഡ്സ് ഗാർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സീനിയർ ക്ലർക്ക് ആൻഡ് ടൈപ്പിസ്റ്റ് ആണെങ്കിൽ അത് അമർത്താം. നാലാമത്തെ പ്രിഫറൻസ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ്. ഓക്കെ, ഇതിനെ ട്രിവാൻഡ്രം വെച്ചിരിക്കുന്നതുകൊണ്ടാണ് 4 വന്നിരിക്കുന്നത്. കാരണം അവിടെ ജൂനിയർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കാറ്റഗറി 4 അല്ലെ, കാറ്റഗറി 4 ജൂനിയർ അക്കൗണ്ട് കം അസിസ്റ്റന്റ് ആണ്, അതില്ല. അപ്പോൾ 1, 2, 3, 5 അങ്ങനെ 4 കാറ്റഗറി കാണുന്നുണ്ട്. ജൂനിയർ അക്കൗണ്ട് അവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ടാണ് 4 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് ഓരോ പ്ലസ് അമർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്നിട്ട് നമുക്ക് ഇതെല്ലാം ടിക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതെല്ലാം ഈ നീല കളറിൽ ഇവിടെയൊക്കെ ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ കാണാം? ഇങ്ങനെ കാണാം. എൻ്റെ പ്രിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തു, പിന്നെ ഇത് കൊടുത്തു, പിന്നെ ഇത് കൊടുത്തു, ഇത് കൊടുത്തു. അതിനനുസരിച്ച് പ്ലസ് അമർത്തി ചെയ്ത് അങ്ങനെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് അമർത്തി ചെയ്യാൻ നമ്മുടെ പ്രിഫറൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ എനിക്ക് ഒരിക്കലും ആവണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് ചൂസ് ചെയ്യാതിരിക്കുക. അവിടെ ഇനി ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ടിക്ക് ചെയ്യുക. എന്നിട്ട് ലേസിക് സർജറി ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് ആപ്ലിക്കേഷൻ നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. ഇത്രയുള്ള ആപ്ലിക്കേഷൻ ഇത് നമുക്ക് എന്ത് ചെയ്യാം? പ്രിവ്യൂ ചെയ്യാം. പിന്നെ നമ്മൾ നേരെ ഫീസിന്റെ പേയ്മെന്റിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഫീസ് ഇപ്പൊ തന്നെ പേ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ തവണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സേവ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്യുക കേട്ടോ. ഓരോ തവണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും കണ്ട് എല്ലാത്തിൻ്റെയും താഴെ സേവ് ഉണ്ട്. അപ്പോൾ ഇടയിൽ നമ്മൾ വിൻഡോ ക്ലോസ് ആയി പോവുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വന്നാൽ അത് അവിടെ കിടന്നോളൂ, സേവ് ആയി കിടന്നോളൂ. ഓരോ തവണ ഓരോ പേജും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സേവ് അമർത്തിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് ആദ്യം മുതൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. ചിലപ്പോൾ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് കറണ്ട് പോകുക, പവർ ഓഫ് ചെയ്യുന്നെങ്കിൽ ആയ പിന്നെ ആദ്യം മുതൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നം വരും. സേവ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യോടെ എന്ത് ചെയ്യാം? പേയ്മെന്റ് ഓൺലൈനായിട്ട് ചെയ്യാം. 500 രൂപ, 400 എന്തെങ്കിലും റീഫണ്ട് കിട്ടും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒക്ടോബർ 16 വരെ നമുക്ക് എന്തുണ്ട്? 1 മാസം ടൈം ഉണ്ട്. അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, മാക്സിമം നേരത്തെ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അപ്ലിക്കേഷന്റെ കാര്യങ്ങൾ. ബൈ പ്രൊസീഡിങ് പേയ്മെന്റ്. ഓക്കെ, ഇങ്ങനെ എഴുതി കാണിക്കും ലാസ്റ്റ്. അപ്ലിക്കേഷൻ നോളേജ് അഗ്രീസ് വിത്ത് പേയ്മെന്റ്, അതൊക്കെ തന്നെ റീഫണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവരൊരു ചെറിയൊരു ഫീസ് ഒക്കെ ചാർജ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? റീഫണ്ട് തരും. സോ ദാറ്റ്സ് ഓൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓൺലൈൻ അപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പേയ്മെന്റ് ചെയ്ത് കഴിയാം. എന്നിട്ട് വെരിഫൈ പേയ്മെന്റ് ചെയ്താൽ തീർന്നു പരിപാടി. സോ അതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഇത്രയും കാര്യങ്ങളാണ്. ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ. സോ ബൈ, സീ യു, ടേക്ക് കെയർ.